യൂനെറ്റിന് ആരംഭിക്കുന്ന ആക്സിയോം സ്പേസിൻ്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കുചേരാൻ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല തയ്യാറെടുക്കുന്നു. നാസയും ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയും സംയുക്തമായി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ആക്സിയോം സ്പേസ് സന്ദർശിക്കുന്ന ആദ്യ ബഹിരാകാശ യാത്രികനാകാൻ ശുക്ല ഒരുങ്ങുന്നു. 1984 ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യയിലെ 2ാമത്തെ ദേശീയ ബഹിരാകാശ യാത്രികൻ എന്ന ബഹുമതിയും അദ്ദേഹം നേടി. 1984 റഷ്യയുടെ സോയുസ് ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി രാകേഷ് ശർമ്മ നേടി. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രയായ ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികരിൽ ഒരാളായ ശുഭാൻഷു ശുക്ല 2024 മാർച്ചിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം നൽകി. Su-30, MKI, MiG-21, MiG-29, ജാഗ്വർ, ഹോക്ക്, ഡോർണിയർ, AN-32 എന്നിവയുൾപ്പെടെ വിവിധ വിമാനങ്ങളിൽ അദ്ദേഹത്തിന് 2000 പറക്കൽ മണിക്കൂറുകളുണ്ട്. ബഹിരാകാശ യാത്രികർക്കായി പ്രത്യേക സ്യൂട്ടുകൾ നിർമ്മിക്കുന്നു. അവ വളരെ ചെലവേറിയതാണ് എന്ന കാര്യമാണ് ഇവിടെ പ്രധാന ചർച്ചാ വിഷയം. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം നാസയുടെ സ്പേസ് സ്യൂട്ടുകൾക്ക് മോഡലിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്ന സവിശേഷതകളെയും ആശ്രയിച്ച് $10 ദശലക്ഷം മുതൽ $22 ദശലക്ഷം വരെ വില വരും. ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തെ കഠിനമായ അന്തരീക്ഷത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് സ്യൂട്ടുകളുടെ പ്രധാന സവിശേഷതകളിലൊന്ന്. നിലവിൽ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ പുതിയ എക്സ്പ്ലോറേഷൻ എക്സ്ട്രാ വെഹിക്കുലർ മൊബിലിറ്റി യൂണിറ്റ് സ്യൂട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏകദേശം $1 ബില്യൺ, ഏകദേശം 8355 കോടി രൂപ ചെലവ് വരുമെന്ന റിപ്പോർട്ടുണ്ട്. ദീർഘദൂര ദൗത്യങ്ങളിൽ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സ്യൂട്ടിൽ ഉപയോഗിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് ഈ വിലയ്ക്ക് കാരണം. ഒരു ഉദാഹരണം എടുത്തു കാണിച്ചുകൊണ്ട് 1974 അപ്പോളോ ദൗത്യത്തിൽ നാസ ഉപയോഗിച്ചിരുന്ന സ്പേസ് സ്യൂട്ടുകൾക്ക് ഓരോന്നിനും $15 മില്യൺ മുതൽ $22 മില്യൺ വരെ വിലയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നത്തെ ഡോളറിൽ അത് ഏകദേശം $83 മില്യൺ മുതൽ $122 മില്യൺ വരെയാകും. വളരെ ചൂടുള്ളതും തണുപ്പുള്ളതുമായ അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ ബഹിരാകാശ യാത്രികരെ സംരക്ഷിക്കുക എന്നതാണ് സ്പേസ് സ്യൂട്ടിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന്. -150°C മുതൽ +120°C വരെയുള്ള താപനിലയിൽ ഇത് പ്രവർത്തിക്കും. കൂടാതെ സ്യൂട്ട് ബഹിരാകാശ യാത്രികരെ ദോഷകരമായ വികിരണങ്ങളിൽ നിന്നും ചെറിയ ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. സംരക്ഷണത്തിന് മാത്രമല്ല, ഓക്സിജൻ വിതരണം, താപനില നിയന്ത്രണം, കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യൽ എന്നിവയ്ക്കുള്ള സംവിധാനങ്ങളും സ്പേസ് സ്യൂട്ടുകളിൽ ഉൾപ്പെടുന്നു. ഈ സവിശേഷതകൾക്കെല്ലാം നൂതന വസ്തുക്കളും പ്രത്യേക സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. അതിനാൽ ഈ സ്യൂട്ടുകൾ വളരെ ചിലവേറിയതാണ്. ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ ശൂന്യതയിൽ നിന്നും സൂര്യനിൽ നിന്നും മറ്റ് ആകാശഗോളങ്ങളിൽ നിന്നുള്ള ദോഷകരമായ വികിരണങ്ങളിൽ നിന്നും ഇത് സംരക്ഷിക്കുന്നു. ഈ സവിശേഷതകൾ നൽകുന്നത് പ്രത്യേക മെറ്റീരിയലുകളും നൂതന സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. ഇത് സ്യൂട്ടിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ബിൽറ്റ് ഇൻ കമ്പ്യൂട്ടറുകൾ, എയർ കണ്ടീഷനിങ്, ഓക്സിജൻ വിതരണം, കുടിവെള്ളം, ഒരു സംയോജിത ടോയ്ലറ്റ് എന്നിവയും ഉൾപ്പെടുന്നു. മാത്രമല്ല, ഈ സ്പേസ് സ്യൂട്ടുകളിൽ ഓക്സിജൻ്റെ ബാക്കപ്പ് സംവിധാനങ്ങളുമുണ്ട്. ഒരു ഫാൻ സംവിധാനം ഉപയോഗിച്ച് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പോലും നീക്കം ചെയ്യുന്നു. സൂര്യൻ്റെ ദോഷകരമായ രശ്മികൾ, അതിശൈത്യം, ബഹിരാകാശത്തെ പെട്ടെന്നുള്ള താപനില മാറ്റങ്ങൾ എന്നിവയിൽ നിന്ന് ബഹിരാകാശ യാത്രികരെ ഈ സ്യൂട്ട് സംരക്ഷിക്കുന്നു.